ചങ്ങായിമാരെ, അപ്പം നമ്മൾ വന്നിട്ടുള്ളത് മുടിപ്പിൽ എന്തെങ്കിലും ഒരു സ്പോട്ടുണ്ട്. മുടിപ്പിൽ ആ സ്പോട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഓടെ നിങ്ങൾക്ക് അറിയണ്ടേ, മുടിപ്പു ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, ബസ് സ്റ്റാൻഡോടെ ഇപ്പോൾ നമ്മൾ എങ്ങനെ ചെല്ലുന്നത്, മാംഗ്ലൂർ സൈഡ് വരുന്നെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ആ റോഡ്. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ നിങ്ങൾക്ക് കാണിക്കാം, പോകുന്ന റൂട്ടും കാണിക്കാം. ഓക്കെ, ആ സ്പോട്ടുണ്ട്. ആ ഇഷ്ടപ്പെടുമെന്നില്ലെന്ന് അറിയില്ല, ഞാൻ മാത്രം ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇതാണ് മുടിപ്പ് ജംഗ്ഷൻ. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ്, ഇതിലാണ് നമ്മൾ സ്പോട്ട് പോകുന്നത്. ഓക്കെ, റൈറ്റ് സൈഡിൽ റോഡ് ഒരു ചെറിയ ബസ് സ്റ്റാൻഡ് കാണുക. അതിൽ കുറച്ച് ഇപ്പുറം വന്നിട്ടാകുമ്പോഴേക്ക് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരേ പോകും. ചങ്ങായിമാരെ, ഞങ്ങൾ പോയിക്കൊണ്ടുണ്ട് വാടക പോകുന്ന ഒരു മുടിപ്പിലൊരു സ്പോട്ട്. അപ്പോൾ കുറച്ച് മുന്നേക്ക് വന്നിട്ടാകുമ്പോഴേക്ക് ഒരു 100 മീറ്റർ വന്നിട്ടാകുമ്പോൾ റൈറ്റിലേക്ക് എന്ത് കാണിക്കുന്നു, ഇവിടെ ഒരു ബോർഡ് കാണിക്കാം, സന്ത ജോസഫ് വാജ് പുണ്യക്ഷേത്ര മുടിപ്പു. ഈലാണ് ബാക്ക് ഉള്ളിലേക്ക് പോകേണ്ടത് നമ്മൾ. ഓക്കെ, ഉള്ളൊക്കെ പോയി സൂപ്പർ റോഡ് അടിപൊളി റോഡ്. അപ്പൊ ഇതിലെ പോവാം നമുക്ക്. ഇങ്ങനെ പോയിട്ട് മീത്തലത്തെ സ്പോട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ട് തന്നെ കാര്യമില്ല, മതിയില്ല. അപ്പൊ മുടിപ്പിലത്തെ ആൾക്കാർക്കെല്ലാം സാധാരണ ഈ സ്പോട്ട് അറിവായിരിക്കും, പക്ഷെ ഞമ്മക്കറിയില്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് കാണിച്ചില്ല ഞങ്ങൾക്ക് ഒരു സമാധാനം ഇല്ല, ഞങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. അപ്പൊ ഞാൻ ഈ സംസു സഫീർ പിന്നെ സവാദ് പിന്നെ നജീബു നാസിറാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ അവിടെ എസ് കെ ഉള്ള ഒരു മങ്ങാലോണായി. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു പ്ലാൻ ഇട്ട മുടിപ്പിൽ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി. അപ്പോൾ അവിടെ 30 രൂപ ടിക്കറ്റ് എല്ലാം ഉണ്ടല്ല, നോക്കാൻ പോയിട്ട് എങ്ങനെയാന്നിട്ട് കുറച്ച് മീത്തൊക്കെ എത്തിയിട്ടാകുമ്പോൾ ഞങ്ങൾ വേണ്ട നിപ്പിച്ചിങ്ങനെ ഒരു മജക്ക് വേണ്ട നിപ്പിച്ച. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ സ്പോട്ട് എന്താ പറയുക, ഇത് ഇങ്ങനെയെല്ലാം ഉണ്ട്. ഇതവിടെ ഇൻഫോസിസിൻ്റെ കമ്പൗണ്ട് ഗേറ്റ് ഇങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും പോകണം. 100 ഉണ്ട് നാസിറിൻ്റെ ഉറപ്പാക്കുന്നുണ്ടോ. ഓക്കെ, സംസുബായി എന്നാ ചെല്ലാം ഉണ്ടോ? ബിരിയാണി കഴിച്ചിട്ട് ഫുള്ള് മസ്തായിട്ടുള്ളത് ഓരല്ലോ. സവാദം ഉണ്ട് ഉണ്ടല്ലേ, കാണുന്നല്ലേ ബിരിയാണി കണ്ടല്ലേ, നിന്നും കാണിച്ചോ. ഇതാണ് സഫീർ ഭായി, എന്റെ കുർത്തുണ്ടാവും സാധാരണ ആൾക്കാരെല്ലാം കുർത്തുണ്ടാവല്ലേ. അപ്പുറത്ത് നല്ല സീൻ നോക്കാം, ഇവിടെ പിക്കെല്ലാം എടുക്കാറാ, നല്ല സ്പോട്ടോ. ഫോട്ടോ എല്ലാം എടുക്കാൻ ഇങ്ങനെ കയറിക്കൊണ്ട് പോകുമ്പോക്ക് നല്ലൊരു മജാന്റെ പുല്ലെല്ലാം വന്നിട്ട് മജുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കുന്നവർക്ക് എടുക്കാം, പിന്നെ ഇവിടെ എതിർന്ന് കാട്ടും. അപ്പൊ ഇതിലെ 2 ഇതുണ്ട്. ഇതാ ഇതിലെ വേ ടു സന്ത ജോസഫ് കൂടെ പോയെങ്കിൽ ചർച്ചിക്ക് പോകുന്നത്. പിന്നെ ഇതെന്ത് ശ്രീകൃഷ്ണ ധ്യാന മന്ദിര എന്ത് ഗോവർദ്ധൻ ഗിരി മുടിപ്പ. ഞമ്മക്കല്ലേ പോണ്ടേ? അപ്പൊ കേട്ടല്ലേ ഇതിനുള്ളക്ക് ഇതാ ഇവിടെ ഇത്. അപ്പൊ ഞമ്മ വന്നിട്ട് സ്പോട്ടിന്റെ അവിടേക്ക് എത്തി. അപ്പുറത്തല്ലേ പോയത് ഈല പോനും വന്നു ചർച്ചിന്റെ അവിടേക്ക്. ഇത് ഈല പോയെങ്കിൽ ഞാൻ ചെല്ലിക്കാൻ പോയത് ശ്രീകൃഷ്ണ ധ്യാന കേന്ദ്ര ഗോവർദ്ധൻ ഗിരി മുടിപ്പു. അപ്പോൾ ഇവിടെ ടിക്കറ്റിക്ക് എത്ര 30 രൂപയാണ് ഫീസ്. ഓക്കെ, ഇതാ ഇവിടെ ടിക്കറ്റിനുണ്ട്. കൃഷ്ണ ധ്യാന കേന്ദ്ര എൻട്രി ഫീസ് 30, മ്യൂസിയം എൻട്രി 50, ചിൽഡ്രൻ എൻട്രി 20, ചിൽഡ്രൻ മ്യൂസിയം എൻട്രി 30. ഓക്കെ, ഫോട്ടോഷൂട്ട് 300 രൂപ ഫോട്ടോയിൽ എടുക്കണമെങ്കിൽ. അപ്പോൾ ഇതാണ് അടുത്ത് ഗേറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗേറ്റ് എൻട്രി ആയിട്ട് പോന്നു. ദയവിಟ್ಟು ಟಿಕೆಟ್ ಮಾಡಿ ಮುಂದೆ ಚಲಿಸಿ. ಟಿಕೆಟ್ ಇಲ್ಲದೆ ಮುನ್ನಕ್ಕೆ ಹೋಗ್ಬಿಡಲ್ಲ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടേ പോവാം. അയ്യോ നല്ല മജ ഉണ്ടോ ഉള്ളൊക്കെ എൻട്രാൻ തന്നെ നല്ല മജ ഉണ്ട്. ഇതെന്ത് എന്താ വണ്ടി അഡ്വഞ്ചറാ അങ്ങനെ. ಸುಂದರವಾದ ಸೂಜಿಗವೆಲ್ಲ ಏನೋ ಏಲುತ್ತಿದೆ, ನಿನ್ನಯ ನೆರಳ ರೂಪಕವೆಲ್ಲ ಏನು ಹೇಳುತ್ತಿದೆ. ഇവിടെ പാർക്കിംഗ് ആക്കാം. ഇതാണ് പാർക്കിംഗ് പ്ലേസ്. അപ്പോൾ ഇവിടെ തന്നെ പാർക്കിംഗ് ആക്കിയിട്ട് ബാക്കിയെല്ലാം ചെന്നതെല്ലാം ഞാൻ ചെല്ലാം. ഓക്കെ, എല്ലാം ആക്കിരാ. അപ്പോൾ ചങ്ങായിമാരെ, നമ്മുടെ ഇവിടെ എത്തി, ധ്യാന കേന്ദ്രത്തിലേക്ക് എത്തി. അപ്പോൾ ഇതിലിങ്ങനെ നടന്നുകൊണ്ട് പോകുന്നിങ്ങനെ. അപ്പോൾ ഇതാണ് ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടുള്ളത്. പിന്നെ ഒരു കാര്യം, ഇതിനുള്ള എൻട്രൻസ് ആയി പിന്നെ നമുക്ക് മറ്റേ മ്യൂസിയമൊക്കെ പോകണമെങ്കിൽ എക്സ്ട്രാ 50 രൂപ കൊടുക്കണം. നമ്മൾ ഞാൻ കല്ലടക്കത്ത് ടോപ്പ് മ്യൂസിയമാണ് നോക്കിയിട്ട് വന്നത്. അത് നോക്കിയ പിന്നെ ഇനി ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ചെല്ലും കൂടെ അതിനൊരു കാപ്പാത്തുണ്ടോ? അത്രയല്ലേ? അത്ര കാപ്പാതി ഇല്ലറാ. രാജ് മ്യൂസിയമും മസ്റ്റ് വിസിറ്റ് ആക്കി എല്ലാവരും. എന്തായാലും കല്ലടക്കത്ത് അത് ഒരു ഭയങ്കര സംഭവം. അത് ഇത് താഴെ കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കാണുവാണ്, കൂടെ കാണുമ്പോൾ ഇത് ഭയങ്കരമാണ്. ഇത് നല്ല മജയാക്കിയാണ്. മാത്രം 30 രൂപ കൊടുത്തങ്ങു
ഫോട്ടോ എടുക്കാനെല്ലാം വന്നിട്ട് നല്ല പ്ലേസ് അങ്ങ് നല്ല വ്യൂ എല്ലാം ഉണ്ട് കാലത്തെ വരണോ അവിടെ പോയി ഈ പോയിന്റിലേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് കാണുന്ന വ്യൂ പോയിന്റ് ഇതെന്ത് പാർക്കിംഗ് വെച്ച് അറിഞ്ഞിട്ട് ഇവിടെ വാട പാർക്കിംഗ് ആക്കുന്നത് ഈല പോനാന്നേരം ഇതെവിടെ ക്ലിയർ ആക്കിട്ട് പോ ഇത് വ്യൂ പോയിന്റ് ഓക്കെ വ്യൂ പോയിന്റ് അത് എന്തിനാ ബൈ തപ്പി കാണിക്കവിടെ നേരെ പാർക്കിംഗ് ഈ പാർക്കിംഗ് ഇത് ഇവിടെ വാട പാർക്കിംഗ് ആക്കണ്ട ഇത് മെൻസന്മാരെ പാർക്കിംഗ് ആക്കേണ്ടത് വണ്ടി പാർക്കിംഗ് ആടെ എല്ലാവരും അങ്ങ് നടന്നുകൊണ്ട് വരുമ്പോൾ ബൈ തപ്പിയിട്ടുണ്ടായിട്ട് പാർക്കിംഗ് എതിന് അറിഞ്ഞാം ഇപ്പം അറിഞ്ഞല്ലേ നിനക്ക് ഇത് സ്പോട്ട് മുടിപ്പു ഓക്കെ മുടിപ്പിലാണ് സംഭവം മുടിപ്പ് ഉള്ള ഒരു എത്ര 2 കിലോമീറ്റർ വരാം 2 കിലോമീറ്റർ അത്ര ഇത് വ്യൂ പോയിന്റ് അല്ലേ വ്യൂ പോയിന്റ് എൻ്റെ തന്നെ കേൾക്കണം ചില ഞാൻ തന്നെ ഫസ്റ്റ് ടൈം വരുന്നത് ഇവിടെ എതിനെ നോക്കിയിട്ടാണ് വരുന്നത് അത് വീഡിയോ കട്ടെ ഇതാണ് ബാബാ എനിക്ക് കാണിച്ചു കൊടുക്കാം ഇതാ കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കൽ കാണാം അല്ല ഷബീരെ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഒരിക്കൽ അവർക്ക് കാണാത്തവർക്ക് മജുണ്ട് നല്ല മജുണ്ട് ഒരിക്കൽ വന്നിട്ട് ഫോട്ടോ എല്ലാം എടുക്കാൻ വരാം പിന്നെ കപ്പിൾസിൻ്റെ എല്ലാം വരുന്നതാണ് ഇവിടെ ചെല്ലണ കേട്ടത് അവിടെ ബെച്ചിട്ട് വന്നേ ഓതോട്ടെ അതിന് കാട്ടിൽ ഇട്ടാട്ട് വീട്ടിൽ നല്ല മജുണ്ടല്ലേ പണ്ടത്തെ കല്ല് നോക്കൂല അല്ല അത് മ്യൂസിയമിൻ്റെ ചില പാർട്സ് അപ്പോൾ ഇതാണ് ധ്യാന കേന്ദ്രം. അപ്പോൾ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ വന്നിനി. അപ്പോൾ സഫീർ ഭായ് എങ്ങനെ സഫീർ ഭായ് ഒരിക്കൽ പേരണോ അല്ലേ സഫീർ ഭായിയോടൊക്കെ നല്ല പ്ലേസ് അല്ലേ നല്ല വ്യൂ ബാക്ക്ഗ്രൗണ്ട് അത് ബാക്ക്ഗ്രൗണ്ട് കിട്ടാ പ്രോട്രേറ്റിൽ വെച്ചെങ്കിൽ എന്തില്ല നമ്മളെ മാത്രം ബാക്ക്ഗ്രൗണ്ട് എന്ത് തന്നെ ഇല്ല വ്യൂ പോയിന്റ് കാണുന്നു. ആ 3 ഭാഗം കാണുന്നു 4 ഭാഗം ഇല്ല 4 ഭാഗം ഈ തട്ടാന്ന് ആ 3 ഭാഗം കാണുന്നു. മറ്റേ കാലത്തെ പേരണു മഞ്ഞിന്റെ ആ അടിപൊളി. ആ ഒരു സ്പോട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ പുൻ്റെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച പോലെ തന്നെ മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. മാങ്ങ ആയിട്ടില്ല മാത്രം. അപ്പോൾ ഇനി പിന്നെ അങ്ങനെ സീസൺ ആയതുകൊണ്ടല്ലേ സീസൺ അല്ലാതെ കൊണ്ടല്ലേ നാസിർ ബാ നാസിർ എന്തറിയോ സംഭവം നമ്മളെ നാസിർ ഭായിനൊന്ന് കാണിക്കാം. ഇതാണ് നമ്മളെ നാസിർ ഭായ്. ഓനാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒക്കെ ക്യാമറ പിടിച്ചോണ്ട് വന്നോളൂ. എങ്ങനെ നാസിറെ സെറ്റപ്പ് അല്ലേ ഒരിക്കലേ പറഞ്ഞല്ലോ ഇവിടേക്ക്. ആ അപ്പോൾ ഞാൻ പിടിക്കും എന്തായാലും ഇന്നൊരു അങ്ങനെ തന്നെ ഒരു സ്പോട്ട് ഇപ്പർ സൈഡില്ല. അതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാലത്ത് ബോറടിക്കുന്ന സ്കിപ്പ് അടിച്ചോളി. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളി ലൈക്ക് കൊടുത്തോളി. അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരത് പിടിച്ചിട്ടുണ്ടാ ഈ ആംഗിളിൽ തന്നെ പിടിക്കും. ഇപ്പർ സൈഡാക്കി പിടിക്കാം. ഇപ്പർ സൈഡ് പക്ഷേ ഇത് ഭായി ഇവിടെ നോക്കൂ. ഇവിടെ കാണാൻ നമുക്ക് വരേണ്ടത് നോക്കില്ല. ഇവിടെ ഇരുന്നിട്ട് എന്ത് ഇതാ ഇവിടെ നിങ്ങൾക്ക് ഇരുന്നിട്ട് കാണാം. ഞാൻ ഇവിടെ ഡാൻസ് ആക്കുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഒരു വാച്ച് ബാക്കി അപ്പൊ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇത് സ്റ്റേജ് അവിടെ ഇരിക്കാനുള്ള ജാഗ. അപ്പൊ ഞാൻ പാട്ട് പാടുന്ന ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എന്റെ പ്രിയരാം ഹബീബിന്റെ നാമം കാലം മറക്കാത്ത വചനങ്ങളെല്ലാം മതി മതി. അപ്പൊ പാട്ട് ഒരു റെസ്പോൺസ് ഇല്ല. ഞങ്ങൾ അവിടുത്തെ സ്റ്റേജിൽ ഇത്ര ആൾ ഇരുന്നിട്ടുണ്ട്. ഒരു റെസ്പോൺസ് ഇല്ല. ഓഡിയൻസ് കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മൂടേ കിട്ടുന്നില്ല. പാടാനുള്ള മൂടേ കിട്ടുന്നില്ല. എന്താ സംശയം? അങ്ങനെ പാടാനില്ല. മൂട് കിട്ടാത്ത കൊണ്ട് ബൈ ബൈ. ഓഡിയൻസ് നല്ല മജ ഉള്ളു. അപ്പോൾ ഞങ്ങൾ പിരാന്ത് കെട്ടി വേണ്ട എത്ര. പിന്നെ നിങ്ങൾ വന്നിട്ട് പിരാന്ത് കെട്ടുന്നത് എന്താക്കുന്നത് നമുക്കറിയില്ല. ടോട്ടലായിട്ട്
വരുന്നവർക്ക് എന്തെങ്കിലും ലവരെ വിളിച്ചോണ്ട് വരുന്നവർക്ക് പിന്നെ കപ്പിൾസ് ബെസ്റ്റ് പ്ലേസ് ആണ് വന്ന് നിങ്ങളെ സ്വകാര്യതയെല്ലാം അവിടെ ഇത് പോവാം യാതൊരു ബുദ്ധിമുട്ടില്ല വരുമ്പോ മാത്രം ഉച്ച ടൈമിൽ വന്നായി പബ്ലിക് ഉണ്ടോ പിന്നെ ബുദ്ധിമുട്ടാവും അത്രയും ഷോപ്പിക്ക് വന്നെങ്കിൽ നല്ല ക്ലൈമറ്റ് ആയിട്ടുണ്ടാവും അപ്പർ സൈഡെല്ലാം നല്ല മഞ്ഞുണ്ടാവും പിന്നെ ബൈറ്റ് വന്നെങ്കിൽ 5 മണി പിന്നെ വന്നാൽ പിന്നെ ഇരുട്ടാവും അത്രയും ചെലവുള്ള പിന്നെ വേറെ എന്ത് ചെലവില്ല പാട്ട് പാടാൻ ഞങ്ങൾക്ക് മൂടുണ്ടായി അപ്പോൾ ഒരു ഓഡിയൻസിൽ ഒരു തായ് കൊട്ടുന്നില്ല എന്തൊരു ക്ലാപ്പ് എന്തില്ല അപ്പൊ നമ്മ ചെലിട്ടാണ് ഓരോ ഇതാക്കണമെങ്കിൽ പിന്നെ എന്ത് ഷാവിന്റെ പാട്ടാണ് വായിക്ക് പോയി അപ്പോ എന്തായി ഇത് എന്തിനാ മ്യൂസിയമുക്ക് താഴേക്കില്ല പോണം മ്യൂസിയം മാത്രം 50 ഉറുപ്പ കൊടുക്കണു ചെല്ലിനി അപ്പം അതുകൊണ്ട് മ്യൂസിയമുക്ക് എന്ത് മ്യൂസിയം ഇതാ അതന്നെയാ മ്യൂസിയം എല്ലാവരും അതിൻ്റെ ഉള്ളിൽ സാധനം ഇരിക്കുറ ഫുള്ള് മ്യൂസിയമിൻ്റെ നമുക്ക് അവിടത്തോളം പോയിട്ട് വരാം അതിൻ്റെ ഉള്ളൊക്കെ എല്ലാം ഇവിടെ ഇരിക്കാമല്ലോ ചിലപ്പോൾ ലോക്ക് മ്യൂസിയം ലോക്ക് അപ്പോൾ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് വന്നെങ്കിൽ മാത്രം ഇവിടെയൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് കാട്ടും അത്ര ഇതെല്ലാം കാണുന്ന സംഭവം തന്നെ പിന്നെ ഇതെല്ലാം കാണുന്ന സംഭവം കുറച്ച് ഞങ്ങൾ പുറത്ത് തന്നെ കാണിക്കാം മ്യൂസിയം നിങ്ങൾക്ക് അറിഞ്ഞാ ഡോക്ടർ മദൻ മോഹൻ നായിക് മ്യൂസിയം ഓഫ് തുളുനാടു ശരി ഇതിൻ്റെ മ്യൂസിയമിൻ്റെ ഉള്ളൊക്കെ വന്ന ഗേറ്റ് ഇത് പണ്ടത്തെ ജനറേറ്ററിന് വെച്ചിനായിട്ടുണ്ടാവും കത്തിയെല്ലാം ഉണ്ട് പല വിധത്തിൻ്റെ കത്തി എല്ലാം കത്തി ഇതെല്ലാം ഞാൻ അവിടെ കല്ലടക്കത്ത് കാണിച്ച അതേ സംഭവം ലാമ്പു പിന്നെന്ത് വേറെ ട്രാക്ടർ ഓക്കെ ലാക്കർ ഭഗവാൻ മഹാവീർ 598 527 BC ഇത് എന്ത് തന്നെ എനിക്കറിയാലോ സംഭവം അങ്ങനെയാ അല്ലടാ ഇവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഇല്ലേ സംഭവം ഇത്ര തന്നെ അല്ലേ ഓക്കെ 30 ഉറുപ്പക്ക് ഇത്ര തന്നെ പിന്നെ എത്ര അല്ലേ അതായിരുന്നു എനിക്ക് അറിഞ്ഞിട്ടില്ല അവിടെ എഴുതിയിട്ടുണ്ടോ നോക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്ത് നോക്കിയിട്ടാ ഇതിൻ്റെ ഉള്ളിൽ കയറ്റില്ലാറേ ഇതറാ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല പാ മേട്രി സൈലൻസ് കിലോമീറ്റർ യുവർ പവർ ശരി ഇപ്പോൾ ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ ചെരുപ്പെല്ലാം പുറത്ത് വെച്ചിട്ട് ഇത് എന്തെന്നിട്ട് അറിയില്ല എനിക്ക് അത് കേൾക്കാതില്ലെങ്കിൽ ആളും ഇല്ല ആ ഹലോ ഡബിൾ അടിക്കുന്നതാ സൈലൻസ് മുണ്ടുണ്ടാവോ അതിൻ്റെ ഉള്ളിൽ ആരും മുണ്ടോ ഇല്ല അപ്പോൾ ചങ്ങായിമാരെ ഞാൻ നിങ്ങൾക്ക് ഈ സ്പോട്ട് കാണിച്ച് തന്ന് ഇവിടുത്തെ പ്രത്യേകത എന്തെങ്കിലും ഇവിടെ കുറേ ടൈൽസ് എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട് അതെല്ലാം നല്ല കൂളുണ്ട് കാരണം എന്തെങ്കിലും ഈ ടോപ്പിലുള്ളത് കൊണ്ട് ക്ലൈമറ്റ് നല്ല കൂളുണ്ട് നല്ല ചൂടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂളിൻ്റെ നല്ല ഒരു ഫീൽ കിട്ടിക്കൊണ്ട് നമ്മളെ ചിക്കമംഗ്ലൂർ മെഡിക്കലിന് ആ ഫീൽ കിട്ടല്ല എന്നെങ്കിലും നമ്മൾ നാട്ടിൽ ചൂടിനെ കമ്പയർ ആക്കുമ്പോൾ ഇവിടെ മീത്തൊക്കെ വന്നിട്ടാകുമ്പോൾ അത്ര ചൂട് അടിക്കുന്നില്ല ഉച്ച ടൈമിലാണ് വന്നത് ഞങ്ങൾ 1 മണി 2 മണിയോളം എലൗഡ് ഇല്ല 1 മണിയോളം 10 മണി 1 മണിയോളം അല്ലേ പിന്നെ 2 മണിന്ന് 6 മണിയോളം അപ്പോൾ ഓക്കെ ടൈമിങ്സ് അറിഞ്ഞല്ലേ 2 മണിന്ന് 6 മണിയോളം 1 മണി 2 മണിയോളം ഉള്ളക്ക് വിടുന്നില്ല ചിലപ്പോൾ 10 ആളെല്ലാം ഒക്കത്തെ വന്നെങ്കിൽ ചിലപ്പോൾ വിടും പിന്നെ 1-2 ആൾ വന്നെങ്കിൽ 2 മണി പിന്നെ അങ്ങനെ അപ്പോൾ കപ്പിൾസ് എല്ലാം വരുന്ന ജാഗ ചെയ്ത് അപ്പോൾ നമ്മൾ കണ്ട് ഫസ്റ്റ് ടൈം വന്നേ അപ്പോൾ ഒരിക്കൽ പോകേണ്ട ജാഗയെന്ന്
ഞാൻ നിങ്ങളെല്ലാം ചെന്ന് ഒരിക്കൽ വന്നിട്ട് ഒരു മജാക്കിയിട്ട് പോവാം. ഇവിടെ ഫോട്ടോ എടുത്തിട്ട് കുറച്ച് ഇരുന്നിട്ട് റിലാക്സ് ആയിട്ട് അങ്ങനെയെല്ലാം പോവാം. നോക്കിയിട്ടില്ലെങ്കിൽ നോക്കാത്തവർ ബേജാറുള്ളവർക്ക് ಬಂತು പോവാം. അത് സംസുബായി എന്ത് സംസുബായി മനസ്സിൽ ബേജാറുള്ളവർക്ക് വന്നിട്ട് മൈൻഡ് ഫ്രീ ആക്കിയിട്ട് പോവാം. വേറെന്തെങ്കിലും അപ്പോൾ ഓക്കെ ബൈ. വ്ളോഗ് എൻഡായി. നിങ്ങൾക്ക് കാണിക്കാൻ നൽകിയ ഈ സ്പോട്ട് കാണിച്ച്. അപ്പോൾ ഇതുകൂടെ പാർക്കിങ് അതിൻ്റെ ഗേറ്റ് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക്.